ആലോചിച്ചാണ് ഇന്ന് ഈ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം ഇന്ന് ഞങ്ങളോടൊപ്പം നിങ്ങളെല്ലാം പ്രിയങ്കരനായ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന മോഹൻലാലുണ്ട്. അപ്പോൾ ഇതൊരു കോഫി ഹൗസായിട്ട് സങ്കല്പിച്ചിട്ട് ഞങ്ങളൊരു ചെറിയ സഹായം നിങ്ങളോടൊപ്പം പങ്കിടുകയാണ്. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ സ്ഥിതിക്ക് എപ്പോഴും ഇതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് അല്ലേ, എന്തൊരു വൈബാണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കോഫിയുടെ മണമോ അറിയാം. കോഫി ഹൗസിൽ പോയിട്ട് കോഫി കുടിച്ചിട്ടുള്ള എല്ലാവർക്കും അത് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേക വൈബാണ്. ആ ഒരു അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സുഖമുണ്ട് അല്ലേ. അപ്പോൾ 2 കോഫി. അപ്പോൾ നമുക്ക് വേറെ താമസിയാതെ നമ്മുടെ പാട്ടിലൂടെ ആയിക്കോട്ടെ അല്ലേ. കരകാണ കടലമേലെ മോഹപ്പൂക്കുരുവി പറന്നേ, കരകാണ കടലമേലെ മോഹപ്പൂക്കുരുവി പറന്നേ, അറിവിൻ പൊന്നാട്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീടം പാടിവാ. മോഹപ്പൂക്കുരുവി പറന്നേ, അറിവിൻ പൊന്നാട്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീടം പാടിവാ. എങ്ങനെയുണ്ട് കോഫി ഹൗസ്? കാര്യങ്ങളല്ലേ? അതെ, അത്രയോ കാലം മുമ്പാണല്ലേ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടാവുക. എന്താണ് പാട്ടുകൾ അല്ലേ? പാട്ടുകൾ പാടുക, തമാശകൾ പറയുക, ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു സന്തോഷം. മസാല ദോശ ഫ്രഞ്ച് ടോസ്റ്റ് കഴിച്ചിട്ട് പോകല്ലാതെ കുട്ടികൾക്ക് ഇത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാനിങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കും, നമ്മളുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് സ്റ്റാർബക്സ് ആണ്. അപ്പൊ ആ ഒരു കോഫിയുടെ അത്ര വരുമെന്ന് ഇങ്ങനെ. അത് നിങ്ങൾക്ക് ഇപ്പൊ ഈ സ്റ്റാർബക്സിനോടുള്ള പോലത്തെ ഒരു ക്രൈസ് ആയിരുന്നു. ഞങ്ങളുടെ അന്നത്തെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറഞ്ഞ ഇന്ത്യൻ കോഫി ഹൗസ്. അവിടെ നിന്ന് ഒരു കോഫി വാങ്ങി ഷെയർ ചെയ്ത് കഴിക്കുക എന്നൊക്കെ ആയിരുന്നു. അവിടുത്തെ മസാല ദോശ അതിന്റെ ഒരു പ്രത്യേകത. ഒരു മസാല ദോശ വാങ്ങിയാൽ ചിലപ്പോൾ ഞങ്ങൾ 4 പേർക്ക് കൂടിയാണ് അത് കഴിക്കുക. അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്നത് ചിന്തിക്കാൻ പറ്റുന്നത്. അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങളും അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് പലതും ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഒരു കാപ്പി മേടിച്ച് ചിലപ്പോൾ 2 പേരോട് കഴിക്കും, അല്ലെങ്കിൽ ഒരു മസാല ദോശ 4 പേരോട് കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. കോഫി ഹൗസിലെ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ മസാല ദോശയ്ക്കല്ല, എല്ലാത്തിനും അവർ ബീറ്റ്റൂട്ട് അങ്ങനെ ഒരു ചൊല്ലുണ്ട്. പ്രണയമോ ഒക്കെ കമ്പൈൻ ചെയ്തൊരു ചൊല്ലുണ്ടല്ലോ ശ്രദ്ധിക്കുക ആണുങ്ങളെ. അത് രഞ്ജിസ്മാൻ കൊണ്ട് പറഞ്ഞാൽ ആണുങ്ങളൊക്കെ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ കട്ട്ലറ്റും പോലെ എന്തെടുത്താലും ബീറ്റ്റൂട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ എല്ലാ ആണുങ്ങളിലും ഒരു പ്രണയം ഉണ്ടാവുന്നതാണ് പറയുന്നത്. സ്ത്രീകളുടെ പ്രണയം എന്താണ് അവിടുത്തെ സോൾട്ട് ആൻഡ് പെപ്പറിലെ സോൾട്ട് പോലെയാണ് അല്ലേ? അത് ഈ ഉപ്പും കുരുമുളകൊക്കെ ഇടുന്ന പാത്രം പോലെയാണ്. അത് നമ്മൾ ചിലപ്പോൾ എത്ര പൊടിഞ്ഞാലും അതിൽ നിന്ന് വീഴില്ല. ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് എല്ലാം കൂടെ ആയിട്ട് വീഴുകയും ചെയ്യും. അതല്ല എന്തോ ഓർത്തിരിക്കുകയാണ്. ഇല്ലില്ല, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് ഓർമ്മകളിലേക്ക് പോയി. ഓഫീസിൻ്റെ ഓർമ്മകളിലേക്ക് പോയി. അതൊരു പാട്ടിലൂടെ പാട്ടിലൂടെ പാടാം. ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ ഇയാളെ മനസ്സിലായില്ലേ? ഞാൻ നന്ദ. ഞാൻ സ്റ്റാർ സിംഗർ സീസൺ 9 ഫൈനലിസ്റ്റ് ആയിരുന്നു, കണ്ടസ്റ്റന്റ് ആയിരുന്നു. എല്ലാവരും കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. സ്റ്റാർ സിംഗറിൽ വലിയ
സിംഗറായിരുന്നാണോ? ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടും കേൾക്കട്ടെ. ആ. സുന്ദര സത്യ മഴയിൽ പുലരുമ്പോൾ അരികിൽ വരുമോ കാര്യം എന്നോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഒരു കാര്യം. ഒരു സെക്കൻഡ്, അത് മുമ്പ് ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചില്ല. എനിക്കൊരു പ്രത്യേക കാര്യം തോന്നുന്നു. അവരുടെ പുറത്ത് നല്ല ചാറ്റൽ മഴയുടെ ഫീലുണ്ട്. ഒരു പ്രണയഗാനത്തിൽ എന്താ സ്കോപ്പ്, കോഫിയുടെ മണവും ഒരു പ്രണയഗാനം പ്രണയഗാനം നമുക്ക് പ്ലീസ് ഒരു പാട്ടല്ലാതെ ഞാൻ പ്രണയം പറയട്ടെ. പറയാൻ ആണ് പറയാം. ശരി. നമുക്ക് ഗ്രാമങ്ങളിൽ അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവല്ലി തളിർത്തു പോവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുകൊണ്ട് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനങ്ങൾ അഭിനയിച്ച പ്രണയഗാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് കാലത്തും പറയും പവിഴം പോൽ പവിഴാണ്. അത് പ്രേക്ഷകരോട് ചോദിച്ചാൽ മോഹൻലാലിന്റെ പ്രണയത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയാനുള്ളത് നമുക്ക് പാർക്കാൻ മുന്തിരി തൂക്കുകളും പപ്പേറ്റിന്റെ പടങ്ങൾ തന്നെയാണ് അല്ലേ. ക്ലാരയും മോഹൻലാലും തമ്മിലുള്ള പ്രണയം തൂവാനും തുപ്പികളും ഒക്കെയാണ്. ആ ക്യാരക്ടേഴ്സിനായിരിക്കും എപ്പോഴും ലാലും പറയാം. കാരണം പത്മരാജനും ലാലും കൂടെ തമ്മിലുള്ള ഒരു അടുപ്പവും അവർ ഒന്നിച്ചുണ്ടാക്കിയിട്ട് സിനിമകളും എല്ലാം നമുക്ക് ഒരുപാട് ഓർമ്മകൾ നൽകുന്നതാണ്. എല്ലാവരുടെയും പ്രണയവും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ലാലങ്ങനെ ഒരുപാട് പ്രണയ ഗാനങ്ങൾ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുള്ള ആളാണ്. എനിക്ക് ലാലിന്റെ പ്രണയത്തെ പറ്റി പറയുമ്പോൾ ഓർമ്മ വരുന്നത് വേറൊരു പാട്ടാണ്. പാടം കടന്നെത്തുമേ ഒരു വേനൽ പാടം കടന്നെത്തുമേ നീയുദിക്കേ തിരുമധുരം തരും കുരുന്നിടം കൈകുട
തിരുമധുരം തരും. ഒരു കാര്യം എനിക്കൊന്ന് ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോട്ടെ. ഇല്ലില്ല, എന്നാ വെയിറ്റ് ഒരു നിമിഷം. ഒരു നിമിഷം തരൂ നിന്നിലറിയാ, ഒരു യുഗം തരൂ നിന്നെ അറിയാ, നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം, നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം. എന്താണ് ചോദിച്ചത്? ആക്ച്വലി ചോദിക്കാൻ വന്നത് മറന്നുപോയി. എന്നാൽ ഞങ്ങളൊരു ചോദ്യം ചോദിക്കാം. ഈ പാട്ട് എഴുതിയത് ആരാണെന്ന് അറിയാമോ? അറിയില്ല. ഇത് മലയാളത്തിലെ ഒരു പ്രശസ്തനായ സംവിധായകൻ എഴുതിയ പാട്ടാണിത്. അദ്ദേഹത്തിന്റെ വേറൊരു പാട്ട് അദ്ദേഹം എഴുതിയ തന്നെ രവീന്ദ്ര മാസ്റ്റർ ആദ്യമായിട്ട് സംഗീതം ചെയ്ത് വേറൊരു പാട്ടോടെ പാടി കേൾപ്പിക്കാം. അപ്പൊ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. മനോജ്, ആ പാട്ട് കണ്ണീരുമായി താഴെ തിരയുവതാരേ നീ, ഏതോ കിനാവിന്റെ ഏകാന്ത തീരത്തിൽ ഒളിഞ്ഞുവോ നിൻ പുഞ്ചിരി. നീ പറയാമോ? പാട്ടറിയും, എഴുതിയാണ്. അറിയില്ല. ശരി. ഈ പ്രോഗ്രാമിന്റെ പേരെന്താ? ഓ, ഹൃദയപൂർവ്വം. ഓ ഹൃദയം. ഓ ഹൃദയം. അതിന്റെ സംവിധായകൻ ആരാണ്? സത്യനന്ദിക്കാട്ട്. സത്യം എഴുതിയതാണ് ഈ പാട്ട്. ഒരു നിമിഷം തരൂ നിന്നില്ലാനും താരകയുമായി. ഓ, അപ്പോൾ ഈ ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ? ഇതൊരു കോമ്പറ്റീഷൻ ഒന്നും അല്ലല്ലോ, ഒരു വല്ല കപ്പൊക്കെ കൊടുക്കും. എന്നാലും പണ്ടിടിച്ച് പല്ല് ഒഴിച്ച ആളുകളുടെ പല്ലൊക്കെ ഒരു ഹോർലിക്സ് കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടാവില്ലേ? അത്രയും അതങ്ങോട്ട് കൊടുത്താലോ? ഈ വേഷങ്ങളെല്ലാം മോശം, നിന്റെ ആശയ്ക്കും വാശിക്കും നാശം. കണ്ണിനു പൊൻകണി കാതിനു തേൻകണി, എന്നാലും ഇന്നെന്റെ വിഷൻ പൂതി. കണ്ണിനു പൊൻകണി കൺകണി, കണ്ണിനു പൊൻകണി കാതിനു തേൻകണി, എന്നാലും ഇതെന്റെ വിഷൻ പൂതി. കണ്ണിനു പൊൻകണി പൊൻകണി. അറിയില്ലേ ആരാ? 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 നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മോക്ഷ. 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 ആക്ച്വലി ഞാൻ മലയാളി കുട്ടിയല്ല, പക്ഷെ ബംഗാളിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കൺവേർട്ടഡ് മലയാളി കുട്ടിയായി. സോ ഞാൻ മൈ ഫസ്റ്റ് മൂവി, Malayalam debut movie was Kalladu Bhagavati. I played that character Bhagavati in that movie. So I can't believe I'm speaking with three of you. I'm so tense, but I'm very big fan of Lalatan. ബംഗാളി എന്നാണ്. ബംഗാളിൽ നിന്ന് വന്നതാണ് അല്ലേ? ബംഗാളിൽ നിന്ന് വന്ന മുമ്പ് ഒരാൾ വന്നിട്ട് ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് ഒത്തിരി വർഷം മുമ്പ് വന്ന ഒരാളാണ്. ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടുകൾ സംഗീതം ചെയ്തുകൊണ്ടാണ് സലിൽ ചൗധരി അദ്ദേഹം മലയാളത്തിലേക്ക് വന്നത്. അന്ന് അദ്ദേഹത്തെ ഞങ്ങൾ മലയാളി പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. 125ഓളം പാട്ടുകൾ അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തു തന്നു. എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എല്ലാ പാട്ടുകളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു.
അദ്ദേഹത്തെ കുറിച്ചോ അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ചൊക്കെ വല്ല ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന്റെ പാട്ടുകളറിയാം. ഫസ്റ്റ് ഞാനൊരു മലയാളം പാട്ട് ട്രൈ ചെയ്യാം. സോ ഇനി മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ശ്രമിക്കുക. ഇത്രയൊക്കെ മലയാളം പഠിച്ചോ വന്നപ്പോഴും? പഠിക്കുന്നു വെരി ഗുഡ് വെരി ഗുഡ്. പാടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സലിൽ ചൗധരിയുടെ വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കൊടുക്കാം. അതിന്റെ ബംഗാളി പാടാൻ പറ്റുമോ നോക്കാം. മഞ്ജലി ബംഗാളി പാട്ടൊന്നുമല്ല കേട്ടോ. നമ്മൾ പാടുന്നതിനനുസരിച്ച് എന്തോ വാശി പാടിയിട്ടുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം. Hello, Bashi. Actually, this means I love you so much. So I'm not telling you that I love you so much, but I want to say, আমি তোমাকে খুব ভালোবাসি। আমি আপনাদের সবাইকে খুব ভালোবাসি। লাভ ইউ কাতার, লাভ ইউ, লাভ ইউ, লাভ ইউ। ഈ സലിൽ ചൗധരിയുടെ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ലാലെന്ന് ലഭിക്കാത്തൊരു ഭാഗ്യം മനോജിന് കിട്ടി. സലിൽ ചെമ്മീല പാട്ട് ആ പാട്ട് മാനസമൈനേ വരൂ മധുരം തുള്ളി തരും നിൻ അരുമപൂവാടി നീ നേടുവതാരെ ആരെ മലയാളത്തിൽ മന്നാലേ മലയാളത്തിലെ മന്നത്തെ ബംഗാളത്തിലെ ദാസട്ട് പാടി അല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ തന്നെ ചോദിക്കാൻ വന്നത് ലാലിന് കിട്ടാത്തൊരു ഭാഗ്യം മനോജിന് കിട്ടിയിട്ടുണ്ട്. മനോജ് സലിൽ ചൗധരി മ്യൂസിക് ചെയ്തൊരു പാട്ട് പാടി അഭിനയിച്ചിട്ടുണ്ട്. അല്ലല്ല, എനിക്കും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു സിനിമയുടെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതിൽ 10-16 ബംഗാളി ഫോക്ക് സോങ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. സലിൽ ചൗധരി. ആ, ഏത് സിനിമ? വസ്തുഹാര. വസ്തുഹാര. ഓ അപ്പൊ ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അല്ലേ? അല്ല അല്ല, അദ്ദേഹത്തിൻ്റെ പടം എനിക്കറിയാം. പറഞ്ഞവർക്ക് ഒന്ന് പാടും. ഇതിനുണ്ടോന്ന് അറിയാമല്ലോ. ഇതിനില്ല. ഇത് സലിൽ ചൗധരി മലയാളത്തിന് വേണ്ടി കമ്പോസ് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ഒരു സംഭവം ഇല്ലാതെ കാരണം ബംഗാളിൽ നിന്നുള്ള ഒരു സാധനം പാടിക്കൊടുക്കും, കേൾക്കട്ടെ. ഇതിനില്ല. അതിനുള്ള നോക്കാം.
പാട്ട് പാടാം. ഏതെങ്കിലും വയലാർ ദേവരാജൻ, പി സുശീല, പിന്നെ ഒരു പാട്ട് ഒരു വാക്ക് അത് ആ, വാക്കും പറയാം. എന്തെങ്കിലും ഒരു വാക്ക് വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ അത് വെച്ചിട്ട് പാട്ട് പാടാം. കാറ്റ്. വാക്ക് വെച്ചിട്ട് പാടുക. കാറ്റു വന്നു കല്ലനെ പോലെ കാറ്റുമില്ലും മരുന്നു താമരയെ പോലെ. കാറ്റ് വന്നു കല്ലനെ പോലെ കാറ്റുമില്ലും മരുന്നു താമരയെ പോലെ. കാറ്റ് വന്നു കല്ലനെ പോലെ. ഈ പാട്ട് പാടി മഴ പെയ്ച്ചു പാട്ട് പാടി കല്ലനെ എഴുതിയിരിക്കുന്നു. എന്ത് വേണം പറയും. ഞാൻ ചോദിക്കട്ടെ. നമസ്തേ. ഞാൻ വലിയ ഒരു കട്ട ഫാനാണ്. എന്ത് പറ്റി? ഇവൻ കിണ്ടി മൊന്തയൊക്കെ കട്ട ഫാനൊന്നുമില്ല. എന്ത് പറ്റിയത്? കള്ളൻ ഇവനെന്താ വെച്ചാൽ വൃത്തികെട്ട പാട്ടുകൾ പാടുന്നതാണ് പരിപാടി. പാട്ട് പാടോ? അല്ല പാടും, പക്ഷെ പാടുമ്പോ ആ ചില സാഹചര്യം ഒന്ന് മറന്നു പോകും. അതാണ് നീ ഒരു സാമ്പിൾ പാടിക്കൂടാ. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് നിങ്ങളുടെ. അതല്ല, ഇവരുടെ അറസ്റ്റ് എന്താണെന്നറിയാമോ? ഇവന്റെ ഒരു പഠിപ്പിച്ചിരുന്ന അധ്യാപകരുണ്ട്, അദ്ദേഹം മരിച്ചു. ആ മരിച്ചു പഠിച്ചു വന്നിട്ട് ഇവനെ ആ സമയത്ത് പാടിയ പാട്ട് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു പാട്ട് ഒരവസരം അങ്ങോട്ട് തിരിഞ്ഞിരുന്ന ഒരു പാട്ട് വേണം. നന്നായിട്ട് പാടണം, നന്നായിട്ട്. ഓക്കെ. ഏത് പാട്ട്? വേണോ? ലാലേട്ടൻ്റെ ഒരു പാട്ട് വേണം. ആ, ശരി പാട്ട്. ശരി പാടിക്കും. അവരുടെ അവിടെ നിർത്തുന്ന നന്നായിട്ട് പാടില്ല. നന്നായിട്ട് പാടി. എന്നാ മോനെ കുറച്ച് ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവരില്ല. ഇപ്പം ഒരുപാട് പാട്ടുകളെ പറ്റിയിട്ട് പറയും. നമ്മൾ സാറിന് സെറ്റിൽ വെച്ച് ചെയ്യാറുള്ളതാണ്. ഒരു പാട്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലൈൻ പാടി കഴിഞ്ഞാൽ ഏത് പാട്ടാണെന്ന് കാര്യം പാടാൻ പറ്റും. ഞാൻ എപ്പോഴും തെറ്റിക്കും, പക്ഷേ ഞാൻ ഇപ്രാവശ്യം ശരിക്കും പാടാൻ നോക്കാം. ശരി, ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. വളരെ നന്നായിട്ട് പാടും. പക്ഷെ അതിപ്പോ എവിടെ ഏത് പരിസരത്ത് എന്ത് പാടണം അവനൊരു ഐഡിയ ഇല്ല. നേരത്തെ സാറ് പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ ദിവസം ഒരു മരണ വീട്ടിൽ പോയി ഒരു പാട്ട് പാടി. ഏത് പാട്ടെന്ന് സാറിന് ഊഹിക്കാൻ പറ്റില്ല. സാറിന് ഊഹിക്കാൻ പറ്റില്ല. ഏതാണ്? പാടി കൊള്ളാം. എനിക്ക് ലാലേട്ടന്റെ വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്.
പോയതേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാർ സാർ ഇവർ കക്കാനൊന്നും പോയില്ലെങ്കിലേ ആ വിധു പ്രതാപനെ പോലെയൊക്കെ പാട്ടും പാടി നടക്കുന്നത്. സാർ അത്രയും കളറല്ല സാർ, അത്രയും വലിയ കളറില്ല സാർ. ഞങ്ങൾക്ക് കാര്യം പറയാം, അവനൊരു ആഗ്രഹം എന്തെന്ന് പറഞ്ഞു. സാറ് പിച്ചകപ്പും കാവുകൾ കഴിഞ്ഞിട്ട് അവനാ മരണം കിട്ടി ചെയ്തൊരു കാര്യം കൂടെ ചെയ്യണമെന്ന്. എന്താണ് അവൻ അന്ന് അവിടെ ഒരു ഉമ്മ കൊടുത്തു, അവിടെ നിന്നൊരു പെണ്ണിന്. പക്ഷെ പിച്ചകപ്പും കാവുകൾ കഴിയുമ്പോ ലാൽ സാറ് മമ്മൂക്കിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ടല്ലോ, അതേപോലെ ഒരു ഉമ്മ അവൻ കാരണം ഞാൻ തരണം, നിങ്ങൾക്ക് എനിക്ക് തരണം. ഞാൻ അങ്ങോട്ട് വന്നു. നീ പതുക്കെ വാ. സിനിമയ്ക്ക് ഹലോ ഹലോ, എല്ലാരും കൂടെ ഇന്ത്യൻ കോഫി ഹൗസ് അറിയില്ലേ? ഗുണ്ടയാണോ? ഉണ്ടേണോ? ഇരിക്കൂ. ഞാനൊരു പാവം കുണ്ടയാണ്. പിന്നെ നമുക്കറിയില്ല പ്രകാശിനെ, ഒരു വർഷം മുമ്പേ അറിയാം. നിങ്ങളിങ്ങനെ കോഫി ഹൗസിലൊരു കപ്പിയൊക്കെ പിടിച്ച് ചില പാട്ടൊക്കെ പാടി ഇരിക്കുകയാണ്. നല്ലത്. ഞാനും എപ്പോഴും എപ്പോൾ കേരളത്തിൽ വന്നാലും ആദ്യം ബീട്രൂട്ട് ഇട്ടൊരു മസാല ദോശയും കട്ട്ലറ്റ് കഴിച്ചിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. നല്ല സുഖം തോന്നും. ഭാഗ്യം എല്ലാവരും കണ്ടത്. നിങ്ങളിവിടെ ഒരു പാട്ട് പാടാൻ കൊടുന്നോ? പാട്ടായി പാട്ട് അതൊക്കെ പാടാം. ഈ കോഫി ഹൗസിലും കാപ്പിയെ കുറിച്ചാണ് ഒരു പാട്ട്. എന്താ കോഫിയാണ്? കോഫി ഒരു കട്ട്ലറ്റ് നമുക്കൊരു പാട്ട് പാടി കൊടുക്കാം. അത് കേൾക്കുമ്പോൾ ഒരു പാട്ട് പാടി നോക്കൂ, ഞങ്ങളുടെ കൂടെ ഒന്ന് കൂടെ ശ്രമിക്കാം. ഓക്കെ. നമുക്ക് പ്രകാശനെ കൊണ്ട് തമിഴ് പാട്ടുകൾ പാടും. പിന്നെന്താ നോക്കാം. ഓക്കെ, ഇൻസ്പിറേഷൻ ആണ്. ഇൻസ്പിറേഷൻ One
ആയിക്കോട്ടെ. മാങ്കുയിലെ പൂങ്കുയിലെ സേവിയൊന്ന് കേളി ഒന്ന് മാലയില തേടി വരും നാളെന്ത് നാളെ. മാങ്കുയിലെ പൂങ്കുയിലെ സേവിയൊന്ന് കേളി ഒന്ന് മാലയില തേടി വരും നാളെന്ത് നാളെ. മുത്ത് മുത്ത് കണ്ണാലെ ഞാൻ സുന്നി വന്നേ പിന്നാലെ. മാങ്കുയിലെ പൂങ്കുയിലെ സേവി ഒന്ന് കേളി ഒന്ന് മാലയില തേടി വരും നാളെന്ത് നാളെ. ശ്രമം ഉഗ്രൻ പാട്ട്. ഇവിടെ വാ. ഇവിടെ വാ. ഞാൻ കോട്ടയത്താണ്. അതെ. എന്താ വേണ്ടത് ഏത് ചോദിച്ചാണ് ജോസാണ് ഈശ്വരൻ. എന്താണ് ഇത് എങ്ങനെയോ ഒപ്പിച്ച് ഇവരുടെ കൂടെ മാനേജ് ചെയ്തു. കോഴിക്കോട്ടുകാരുടെ പാട്ടൊക്കെ അറിയാം, പക്ഷെ ഞാൻ പാടില്ല. അത് നമുക്ക് പാടിക്കൊടുക്കാം. എന്തായാലും അദ്ദേഹത്തിന്റെ എന്താ ഒരു കോഴിക്കോട്ടുകാരുടെ പാട്ട് പാടാം. ഉദിച്ചത് മാനത്തോ കല്ലായിക്കടത്തോ പനിനീരിൽ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ 14 ഉദിച്ചത് മാനത്തോ കല്ലായിക്കടത്തോ പനിനീരിൽ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. കളിതെറ്റില തിന്നിത്തോ രക്തം മച്ചൂന്ന് ചുവന്നത് കളിതെറ്റില തിന്നിത്തോ മാലകള തേനിൽ മുക്കി മണിമുത്തം തന്നിത്തോ മാലകള തേനിൽ മുക്കി മണിമുത്തം തന്നിത്തോ കലതെന്റെ കാലതെന്റെ തന്നിത്തോ കലതെന്റെ കാലതെന്റെ തന്നിത്തോ കലതെന്റെ കാലതെന്റെ തന്നിത്തോ കാലതെന്റെ കാലതെന്റെ തന്നിത്തോ. ഉദിച്ചത് മാനത്തോ കലായിക്കടവത്തോ. തിരുവനന്തപുരത്തെ ആരുടെ ഒരു പാട്ടാണ് ശരി. ഒരു തിരുവനന്തപുരത്ത് മോനെ വിളിച്ച് കൊണ്ടുവരാം.